ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ എന്നിവർ പ്രധാന വേഷത്തിലെത്തി സുകുമാർ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ പാൻ ഇന്ത്യ മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമയാണ് പുഷ്പ 2 ദി റോൾ. ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ച കൂടിയ 4-ാം ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. ആദ്യ ദിവസം 294 കോടി രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പോസ്റ്റർ ആയിരുന്നുവെങ്കിൽ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയോടെ 449 കോടിയിലേക്കും മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 621 കോടിയിലേക്കുമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അതേസമയം ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 3 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 575 കോടി രൂപയാണ്. ഇനി നെഗറ്റീവ് അഭിപ്രായം നേടിയെടുത്ത കേരളത്തിലെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം 6,35,00,000 രൂപയും രണ്ടാം ദിവസം 2,25,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തത്. മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ 2,25,00,000 രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 10,85,00,000 സ്വന്തമാക്കിയ ഈ സിനിമ 4-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച സിനിമയുടെ കളക്ഷനിൽ വമ്പൻ വർധനമാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി ഏകദേശം 3 കോടി മുതൽ 3,25,00,000 വരെ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 14 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം 11 കോടി രൂപയും രണ്ടാം ദിവസം 7,80,00,000 കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ആദ്യ ദിവസം നേടിയതിനേക്കാൾ കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്നലെ ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി 11,30,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 30,10,00,000 സ്വന്തമാക്കിയ ഈ സിനിമ 4-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച തമിഴ്നാട് കളക്ഷനായി 12 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 42 കോടിക്ക് മുകളിലാണ് തമിഴ്നാട് കളക്ഷനായി മാത്രം പുഷ്പ 2 നേടിയെടുത്തിരിക്കുന്നത്. നിലവിൽ പുഷ്പ 2 ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇന്ത്യയിൽ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദി ബെൽറ്റിൽ നിന്നാണ്. ആദ്യ ദിവസം 72 കോടി നെറ്റ് കളക്ഷൻ സ്വന്തമാക്കിയ ഈ സിനിമ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച 59 കോടി രൂപയായിരുന്നു നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത്. മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ ചിത്രത്തിന്റെ നോർത്ത് ഇന്ത്യൻ കളക്ഷൻ 74 കോടി രൂപയായിരുന്നു. അങ്ങനെ 3 ദിവസം കൊണ്ട് നോർത്ത് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 205 കോടി സ്വന്തമാക്കിയ ഈ സിനിമ 4-ാം ദിവസമായ ഞായറാഴ്ച ഹിന്ദി ബെൽറ്റിൽ നിന്ന് നെറ്റ് കളക്ഷനായി മാത്രം നേടിയെടുത്തിരിക്കുന്നത് 90 കോടിയോളം രൂപയാണ്. ആദ്യ 4 ദിവസം കൊണ്ട് ഏകദേശം 300 കോടിയോളം രൂപയാണ് ഈ സിനിമ നെറ്റ് കളക്ഷനായി നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല മലേഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക, മിഡിൽ ഈസ്റ്റ്, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിങ്ങനെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ സിനിമ വമ്പൻ തരംഗമായി മുന്നേറുകയാണ്. സൗദി അറേബ്യയിൽ തന്നെ ഒരു തെലുങ്ക് സിനിമ നേടിയെടുക്കുന്ന ചരിത്ര കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ 3,75,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 4-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയോടെ സൗദി കളക്ഷനായി മാത്രം ഏകദേശം 5 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഓസ്ട്രേലിയയിലും റെക്കോർഡ് വീക്കെൻഡ് ഓപ്പണിംഗ് ആണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. നിലവിൽ ഷാറൂഖിന്റെ പഠാൻ നേടിയെടുത്തിരുന്ന 5 ദിവസ കളക്ഷൻ റെക്കോർഡ് 4 ദിവസം കൊണ്ടാണ് പുഷ്പ 2 ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. UK, അയർലൻഡ് കളക്ഷനായി ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് 1 മില്യൺ പൗണ്ടാണ് നേടിയെടുത്തിരിക്കുന്നത്. ന്യൂസിലൻഡ് കളക്ഷനായി ആദ്യ 4 ദിവസം കൊണ്ട് $3 ലക്ഷം ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ഈ സിനിമയുടെ 4 ദിവസ കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 4-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 200 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ ദിവസം 294 കോടി രൂപയും രണ്ടാം ദിവസം 180 കോടി രൂപയും മൂന്നാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച 175 കോടി രൂപയും കളക്ട് ചെയ്ത ഈ സിനിമ 4-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തതോടെ ആദ്യ 4 ദിവസം കൊണ്ട് 800 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ നാളെ പുറത്തു വരുമ്പോൾ ഏകദേശം 840-850 കളക്ഷൻ റേഞ്ചിലുള്ള പോസ്റ്റർ ആയിരിക്കും പുറത്തു വരാൻ സാധ്യത. അങ്ങനെ സകല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടുള്ള മുന്നേറ്റം തന്നെയാണ് ഈ സിനിമ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുഷ്പ 2 കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുമ്പോൾ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.